chapter. This is the first chapter, chapter 1 for Introduction to Financial Management. എന്താണ് ചാപ്റ്ററിന്റെ പേര്? Introduction to Financial Management. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ അറിയാൻ പോകുന്നത്. First one, meaning and definition of finance. What is the meaning and definition of finance എന്ന് പറയുന്നത്? According to Oxford Dictionary പ്രകാരം the word finance means management of money. എന്താണ്? What is the definition of finance? It is the management of money. ഏത് പ്രകാരമാണ്? According to the Oxford Dictionary. Okay. Next പറയുന്നത്, the word finance came from the French word fine. French word എന്ന ഫൈനിൽ നിന്നാണ് ഫിനാൻസ് എന്ന വേർഡ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ടു പേ, ടു സെറ്റിൽ ഓർ ടു ഫിനിഷ്. ആർക്കെങ്കിലും പേ ചെയ്യാനുണ്ടെങ്കിൽ അത് പേ ചെയ്ത് കഴിയുക, ഫൈൻ. ഓക്കെ. ടു സെറ്റിൽ ചെയ്യാൻ കുറച്ച് പൈസ ഉണ്ട്, അത് സെറ്റിൽ ചെയ്യാനുണ്ട്, കടമുണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യാന്ന് പറയില്ലേ? സോ ദാറ്റ് സെറ്റിൽ, ഇറ്റ് ഈസ് ദ മീനിങ് ഓഫ് സെറ്റിൽ. ഓക്കെ. പിന്നെ ഫിനിഷ് ചെയ്യുക, തീർക്കുക. ഓക്കെ, കടബാധ്യതകൾ ഉണ്ടെങ്കിൽ തീർക്കുക. അപ്പൊ അങ്ങനെ റിലേറ്റ് ആയിട്ടാണ് ഈ വേർഡ്, ഫൈൻ എന്ന വേർഡിൽ നിന്നാണ് ഫിനാൻസ് എന്ന വേർഡ് കിട്ടിയത്. ഓക്കെ. ഈ വേർഡ് എങ്ങനെ വന്നു വെച്ചാൽ, in the 18th century the word finance was adapted by English speaking communities. ഇംഗ്ലീഷ് സംസാരിക്കുന്ന കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ ഈ വേർഡ് ഫിനാൻസ് അഡാപ്റ്റ് ചെയ്യപ്പെട്ടു. പറഞ്ഞാൽ അവര് അഡാപ്റ്റ് ചെയ്തു, യൂസ് ചെയ്യാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ട്? മാനേജ്മെന്റ് ഓഫ് മണീന് വേണ്ടിയിട്ട് ഇവർ ഈ വേർഡ് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ലോകം മുഴുവനും ഇതിന് ആസ് എ വേർഡ് മാനേജ്മെന്റ് ഓഫ് മണിക്ക് ഷോർട്ടായിട്ട് ഫിനാൻസ് എന്ന വേർഡ് യൂസ് ചെയ്യാൻ എല്ലാവരും ആക്സെപ്റ്റും ചെയ്തു. നെക്സ്റ്റ് പറയുന്നത്, ഇൻ ദ വേർഡ്സ് ഓഫ് പ്രാത്തർ ആൻഡ് വേർട്ട്. ഇവര് സ്കോളർ ആയിരുന്നു. ഫിനാൻസിൽ ചെയ്യുന്ന സ്കോളേഴ്സ് ഉണ്ടാവുമല്ലോ, റിസർച്ച് നടത്തുന്ന സ്കോളേഴ്സ്, അവരായിരുന്നു ഈ പ്രാത്തർ ആൻഡ് വേർട്ട്. അവരെന്താ പറഞ്ഞു ഡിഫൈൻ ചെയ്തത്? ഫിനാൻസിങ് കൺസിസ്റ്റ് ഓഫ് റേസിങ്, പ്രൊവൈഡിങ്, മാനേജിങ് ഓഫ് ഓൾ ദ മണി. എന്താണ് ഫിനാൻസിങ് എന്ന് പറയുന്നത്? എന്താണ്? റേസ് ചെയ്യുക, മണി എവിടെന്നെങ്കിലും കണ്ടെത്തുക. പ്രൊവൈഡ് ചെയ്യുക, നൽകുക. ഓക്കെ. പ്രൊവൈഡ് ചെയ്യുക മീൻസ് ടു ഗീവ്. പറഞ്ഞ ഫിനാൻസ് എന്ന ഫംഗ്ഷനിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ്? മണി റേസ് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക, പിന്നെ മാനേജ് ചെയ്യുക. അതിനെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ. എന്തിനെ? മണീനെ. ഓക്കെ. പിന്നെ എന്താ? മണി മാത്രമല്ല, അതിൽ പ്ലസ് ക്യാപിറ്റലും ഉണ്ടാവും, ക്യാപിറ്റൽ ഫണ്ട്സും, പിന്നെ എന്തും ഇൻ കണക്ഷൻ വിത്ത് ദ ബിസിനസ്സിനോട് റിലേറ്റഡ് എന്തും എന്താണ് ഫിനാൻസിൽ പെടുന്നതായിരിക്കും. അത് ക്യാപിറ്റൽ ഫണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ മണി ആയിക്കോട്ടെ. അതിനെ റേസ് ചെയ്യലും അതിനെ പ്രൊവൈഡ് ചെയ്യലും അതിനെ മാനേജ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീനെയാണ് എന്താ പറയുക? ഫിനാൻസിങ് എന്ന് പറയുന്നത് എന്നാണ് ഇവര് ഡിഫൈൻ ചെയ്തത്. ആരാണ്? പ്രാത്തർ ആൻഡ് വേർട്ട്. ഓക്കെ. സോ നെക്സ്റ്റ്, ഡിഫറെന്റ് അപ്രോച്ചസ് ആൻഡ് ഡെഫിനേഷൻസ്. പല സ്കോളേഴ്സ് പല തരത്തിലുള്ള ഫിനാൻസിനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചു. ഓക്കെ. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഫസ്റ്റ് അപ്രോച്ച് എന്തായിരുന്നു? ഫസ്റ്റ് അപ്രോച്ച് പറഞ്ഞാൽ അധികം റിസർച്ച് ഒന്നും ഫിനാൻസിന്റെ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇതൊരു നാരോ അപ്രോച്ച് ആയിരുന്നു. വാട്ട് വാസ് ഇറ്റ്? ഇറ്റ് വാസ് എ നാരോ അപ്രോച്ച്. നാരോ അപ്രോച്ച് പറഞ്ഞാൽ കാഴ്ചപ്പാട് വളരെ ചെറുതായിരുന്നു. ആ സമയത്ത് എന്തായിരുന്നു ആ അപ്രോച്ച് പ്രകാരം? പ്രൊവൈഡിങ് ഫണ്ട്സ് വെൻ നീഡഡ് ബൈ ദ എന്റർപ്രൈസ് പറഞ്ഞാൽ ബിസിനസ്സിന് എപ്പോഴാണോ ഫണ്ടിന്റെ ആവശ്യം വരുന്നത് അപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് ഡിഫൈൻ ചെയ്തത്. ഓക്കെ. ആ സമയത്തുള്ള കാഴ്ചപ്പാട് അങ്ങനെ മാത്രമായിരുന്നു. എങ്ങനെയായിരുന്നു? വെറും ആവശ്യമുള്ള സമയത്ത്, എന്റർപ്രൈസിന് എപ്പോഴാണോ ഫണ്ടിന്റെ ആവശ്യം വരുന്നത് ആ സമയത്ത് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ. സോ ഈ സമയത്ത് ആരാണ് ഡെഫിനേഷൻ കൊടുത്തത്? ഒരാളുടെ ഡെഫിനേഷൻ മാത്രമേ ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ. FW പൈസ് എന്ന് പറഞ്ഞ സ്കോളറാണ്. അവര് ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്: ഇൻ എ മോഡേൺ മണി യൂസിങ് ഇക്കണോമി, ഫിനാൻസ് മേ ബി ഡിഫൈൻഡ് ആസ് എ പ്രൊവിഷൻ ഓഫ് മണി അറ്റ് ദ ടൈം ഇറ്റ് ഈസ് വാണ്ടഡ് ഉള്ള സമയത്ത് മണി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊവിഷനെയാണ് എന്ത് പറയുന്നത്? ഫിനാൻസ് എന്ന് പറയുന്നത്. ഇൻ ദ മോഡേൺ മണി യൂസിങ് ഇക്കണോമി, നമ്മുടെ മോഡേൺ ഇക്കണോമിയിൽ അല്ലെങ്കിൽ പണം ആവശ്യമുള്ള സമയത്ത് എപ്പോഴൊക്കെയാണോ ആവശ്യം വരുന്നത് ആ സമയത്തൊക്കെ ഫിനാൻസ് ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് എന്താ ഫിനാൻസ് എന്ന് ഡിഫൈൻ ചെയ്തു. ഓക്കെ. നെക്സ്റ്റ് വന്നത് സെക്കൻഡ് അപ്രോച്ച് ആണ്. കുറച്ചും കൂടി കാലം കഴിഞ്ഞപ്പോൾ സെക്കൻഡ് അപ്രോച്ച് വന്നു. കുറച്ചും കൂടി ഫർദർ റിസർച്ച് ഒക്കെ നടന്നപ്പോൾ ഫിനാൻസ് ഇത് മാത്രമായിരിക്കില്ല, ഇതിന് കുറച്ചും കൂടി ബ്രോഡാണ്, കുറച്ചും കൂടി എക്സ്പാൻഡഡ് ആണ്. എന്താണ് അതിൽ വന്നത്? അപ്പോൾ അവര് എന്താണ് ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചത്?
ഫിനാൻസ് ഫംഗ്ഷൻ, ഫിനാൻസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എവറിത്തിങ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ കണ്ടക്ട് ഓഫ് ബിസിനസ്. ബിസിനസ്സിനോട് റിലേറ്റഡ് എന്തുമാവട്ടെ, അത് ക്യാപിറ്റൽ ഫണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മണി ആയിക്കോട്ടെ, ബിസിനസ്സിനോട് റിലേറ്റഡ് പൈസയായിട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ ബിസിനസ്സിന്റെ വെൽത്ത് ആയിട്ട് റിലേറ്റഡ് എന്ത് കാര്യവും എന്താണ് ഫിനാൻസ് ഫംഗ്ഷനിൽ പെടും എന്നാണ് അവർ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, വെറും മണി മാത്രം, ആവശ്യമുള്ള സമയത്ത് മണി മാത്രമല്ല, ബിസിനസ്സിന് എന്തൊക്കെ ആവശ്യമുണ്ടോ, ഒരു ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നുവോ അതൊക്കെ ഇതിൽ പെടും, ഫിനാൻസിൽ പെടും എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, ലോൺ എടുക്കൽ അല്ലെങ്കിൽ ആ ഫണ്ട് വെച്ചിട്ട് എന്തെങ്കിലും മേടിക്കൽ, ഇതൊക്കെ എന്താണ് ഒരു ബിസിനസ്സിന് ആവശ്യമുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ ആ ആക്ടിവിറ്റീസ് ചെയ്യുന്നതൊക്കെ എന്താണ് ഫിനാൻസ് ആണ് എന്നാണ് അവർ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചത്. അത് കുറച്ചും കൂടി ബ്രോഡർ കൺസെപ്റ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ബ്രോഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതില് അക്കോർഡിംഗ് ടു ജെ ഹാംപ്ടൺ പറയുന്ന സ്കോളർ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്? ദ ടേം ഫിനാൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ മാനേജ്മെന്റ് ഓഫ് ഫ്ലോസ് ഓഫ് മണി. ഇറ്റ് ഈസ് ദ മാനേജ്മെന്റ് ഓഫ് ഫ്ലോസ് ഓഫ് മണി. ഓക്കെ, മണി ഫ്ലോന്റെ മാനേജ്മെന്റ് ആണ് ത്രൂ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ മണി ഫ്ലോ എങ്ങനെയൊക്കെ പോകുന്നോ, എങ്ങനെയൊക്കെ വരുന്നോ, എങ്ങനെയൊക്കെ ചെലവാകുന്നോ, ആ ഫ്ലോ ഓഫ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഓഫ് ഫ്ലോ ഓഫ് മണി, അതിന് എങ്ങനെ ഫ്ലോ ചെയ്യണം എന്ന് ചെയ്യുന്ന മാനേജ്മെന്റ്. ഓക്കെ, എവിടെയൊക്കെ ഉപയോഗിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള മാനേജ്മെന്റ് നടക്കുമല്ലോ ഒരു ഓർഗനൈസേഷനിൽ അല്ലേ. ഡിസിഷൻ മേക്കിംഗ് ചെയ്യില്ലേ, നമുക്ക് ഇന്ന അസറ്റ് വാങ്ങണം പറയുമ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗ് വിളിപ്പിക്കും, എന്നിട്ട് അത് അപ്രൂവൽ മേടിക്കും. അപ്പോൾ ഡയറക്ടേഴ്സ് പറയും നമുക്കിത് നല്ല നഷ്ടം വരും, അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരു ഫണ്ടിന്റെ ചെലവിനെ കുറിച്ചുള്ള അപ്രൂവൽ തന്നെ കിട്ടുക. ഓക്കെ, സോ ഇതൊക്കെ എന്താണ് മാനേജ്മെന്റ് ആണ്. ആ ഫണ്ടിനെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ മണി ഫ്ലോന്റെ മാനേജ്മെന്റ് ത്രൂ ആൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയാണ് മണി ഫ്ലോന്റെ മാനേജ്മെന്റ് നടക്കുന്നുവോ അതൊക്കെ എന്താണ് ഫിനാൻസ് ആണെന്നാണ് പറയുന്നത്. ആ ഓർഗനൈസേഷൻ മാത്രമല്ല, അത് ഒരു കോർപ്പറേഷൻ ആയിക്കോട്ടെ, ഒരു സ്കൂൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബാങ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഏജൻസി ആയിക്കോട്ടെ, എന്ത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണെങ്കിലും എന്താണ് അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന മണി ഫ്ലോന്റെ മാനേജ്മെന്റ് എന്താണ് ഫിനാൻസ് ആണ് എന്നാണ് ഡിഫൈൻ ചെയ്തത്. ആരാണ് ഡിഫൈൻ ചെയ്തത്? ജെ ഹാംപ്ടൺ ആണ് ഡിഫൈൻ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വാസ് ദ തേർഡ് അപ്രോച്ച് എന്തായിരുന്നു? ഇറ്റ് വാസ് ദ മോഡേൺ അപ്രോച്ച്. കുറച്ചും കൂടി മോഡേൺ അപ്രോച്ച് ആയിരുന്നു. ഇതാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ മോഡേൺ അപ്രോച്ച്? അക്കോർഡിംഗ് ടു ദ മോഡേൺ അപ്രോച്ച്, ഫിനാൻസ് ഫംഗ്ഷൻ ഈസ് കൺസേൺഡ് വിത്ത്, ഫിനാൻസ് ഫംഗ്ഷൻ എന്തിനോടാണ് കൺസേൺ ചെയ്യുന്നത്? പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട്. പറഞ്ഞ ദ ഫസ്റ്റ് അപ്രോച്ച് പറഞ്ഞ എവിടെന്നെങ്കിലും ഫണ്ട് റേസ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടെത്തുക. പ്രൊക്യൂർമെന്റ് പറഞ്ഞ കണ്ടെത്തുക. ഓക്കെ, പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് ആൻഡ് ദെയർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഇൻ ദ ബിസിനസ്. എന്നിട്ട് അതിന്റെ കറക്റ്റായ യൂട്ടിലൈസേഷനും പ്രൊക്യൂർമെന്റും. ഓക്കെ, ദീസ് ടു വേർഡ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ മോഡേൺ അപ്രോച്ച്. എന്തൊക്കെയായിരുന്നു? ആ ഫണ്ട്സിന്റെ പ്രൊക്യൂർമെന്റും നെസസറി ആണ്, അതിന്റെ ഒപ്പം തന്നെ അതിന്റെ യൂട്ടിലൈസേഷനും. എന്തില് യൂട്ടിലൈസേഷൻ? ഇൻ ദ ബിസിനസ്. നമ്മുടെ ബിസിനസ്സിലുള്ള യൂട്ടിലൈസേഷനും അതിന്റെ പ്രൊക്യൂർമെന്റ് എന്ന പ്രോസസ്സിനെയാണ് ഫിനാൻസ് ഫംഗ്ഷൻ എന്ന മോഡേൺ അപ്രോച്ചാണ് കാണിച്ചു തന്നത്. ഇതൊക്കെ വിശ്വസിച്ചിരുന്ന സ്കോളേഴ്സ് ആരൊക്കെയായിരുന്നു? നമ്മൾ സോളമൻ ഇസ്രൈം, വാൻ ഹോൺ, വെസ്റ്റൺ, ഹോവേർഡ്, ഇവരൊക്കെ ഈ അപ്രോച്ചിലാണ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഈ അപ്രോച്ച് തന്നെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റും ഫിനാൻസ് ഫംഗ്ഷനിലും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ സെയിം അപ്രോച്ചസ് ഒക്കെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലും ഉണ്ട്. ഓക്കെ, സോ അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആകുമ്പോൾ നമുക്ക് വീണ്ടും നോക്കാം. അടുത്തത് നേച്ചർ ഓഫ് ഫിനാൻസ് ഫംഗ്ഷൻ. ഈ ഫിനാൻസ് ഫംഗ്ഷന്റെ നേച്ചർ എന്താണ്? വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഫിനാൻസ് ഫംഗ്ഷൻ? ഫിനാൻസ് ഫംഗ്ഷൻ ഈസ് റിലേറ്റഡ് ടു ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഫിനാൻസ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു, ഓരോ ഓർഗനൈസേഷന്റെ ഇടയിൽ കൂടെ പോകുന്ന എല്ലാ മണി ഫ്ലോന്റെ മാനേജ്മെന്റ് എന്താണ്? ഫിനാൻസ് ആണെന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ എല്ലാ കാര്യത്തിലും പൈസ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫിനാൻസ് മാനേജ്മെന്റിന്റെ എല്ലാ കാര്യത്തിലും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള മാനേജ്മെന്റ്, ഒരു ഓർഗനൈസേഷനിൽ ഓവറോൾ മാനേജ്മെന്റ് എന്തിന്റെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫിനാൻസ് ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് എന്നും പറയാട്ടോ. നേച്ചർ
നെക്സ്റ്റ് നേച്ചർ എന്താണ്? ഫിനാൻസ് ഫംഗ്ഷൻ ഇസ് റിലേറ്റഡ് ടു അതർ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. മറ്റുള്ള ഫങ്ഷൻസിനോടും മാനേജ്മെന്റിൽ നടക്കുന്ന മറ്റുള്ള ഫങ്ഷൻസിനോടും റിലേറ്റഡ് ആണ്. ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ്? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ പ്രൊഡക്ഷൻ. ഓക്കെ, ഒരു ഫാക്ടറിയിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, അതിനും എന്താണ്? ഫിനാൻസ് വേണം. കാരണം എന്താ? എത്ര റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണം, എത്രയാണ് ലേബേഴ്സ് അവിടെ അലോട്ട് ചെയ്യണം, എത്ര മെഷീനറി നമുക്ക് വേണം, ഇതൊക്കെ ആരാണ് ഡിസൈഡ് ചെയ്യണത്? ഫിനാൻസ് ഡിസൈഡ് ചെയ്യണം. സെയിം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പോയാൽ അവിടെയും ഫിനാൻസ് ആണ് ഉള്ളത്. കാരണം എന്താ? മാർക്കറ്റിംഗ് എങ്ങനെയൊക്കെ നമ്മൾ അഡ്വർടൈസ് ചെയ്യുക, എങ്ങനെയൊക്കെ നമ്മുടെ പ്രൊഡക്റ്റിനെ ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുക, പാക്കിംഗ് എങ്ങനെയായിരിക്കണം, ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കണം, ഇതൊക്കെ നമ്മൾക്ക് ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ആരാണ് ഇത് ഇടപെടുന്നത്? ആരാണ് ഇതിൽ ആക്റ്റീവായിട്ടിരിക്കുന്നത്? ഫിനാൻസ് എന്ന ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈ എല്ലാറ്റിലും ഉള്ളതുകൊണ്ട് ഇവർ തമ്മിലൊരു ലിങ്ക് ആണ് ഫിനാൻസ്. ഓക്കെ, ഇവര് മാനേജ്മെന്റ് ഇല്ല, ഈ എല്ലാ ഡിഫറെന്റ് ആക്ടിവിറ്റീസ്, പ്രൊഡക്ഷൻ ഒരു ഡിഫറെന്റ് ആക്ടിവിറ്റിയാണ്, മാർക്കറ്റിംഗ് ഒരു ഡിഫറെന്റ് ആക്ടിവിറ്റിയാണ്, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആക്ടിവിറ്റി, അങ്ങനെ പല ആക്ടിവിറ്റീസ് ഇനിയുമുണ്ട്. ഓക്കെ, ഈ ആക്ടിവിറ്റീസിലൊക്കെയും കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? ഫിനാൻസ് ഫംഗ്ഷൻ ആണ് വരുന്നത്. സോ ഇറ്റ് ഈസ് എ ലിങ്കിങ് ഫാക്ടർ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ചെയിൻ ഫാക്ടർ എന്ന് പറയാം. അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു കോർഡിനേഷൻ കൊണ്ടുവരുന്നത് ആരാണ്? ഫിനാൻസ് ഫംഗ്ഷൻ ആണ് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഫിനാൻസ് ഫംഗ്ഷൻ ഈസ് നെസസറി ഫോർ ഓൾ ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഓക്കെ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഓൾ ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷന് എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്? ഫിനാൻസ് ഫംഗ്ഷൻ ഈസ് വെരി വെരി നെസസറി. ഓക്കെ, നെസസറി പറഞ്ഞാൽ അത്യാവശ്യം അല്ലെങ്കിൽ ഉറപ്പായിട്ടും വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലും എന്ത് വേണം? ഫിനാൻസ് ഫംഗ്ഷൻ വേണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഫിനാൻസ് ഫംഗ്ഷൻ ഇല്ലാതെ ഒരു ഓർഗനൈസേഷൻ പോലും നിലവിൽ നടക്കില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയും ഉദ്ദേശിക്കാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫിനാൻസ് ഫംഗ്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സർവൈവൽ ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ഫേം. ഫോർ ദ സർവൈവൽ ആൻഡ് ഗ്രോത്ത് ഓഫ് എ ഫേം. ഒരു ഫേമിന് സർവൈവൽ ആവശ്യമാണെങ്കിലും ഗ്രോത്ത് ആവശ്യമാണെങ്കിലും എന്ത് വേണം? ഫിനാൻസ് ഫംഗ്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിനാൻസ് ഫംഗ്ഷൻ ഈസ് ഓർഗനൈസ്ഡ് ഡിഫറെൻ്റ്ലി ഇൻ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ. ഓക്കെ, ഓരോ ഓർഗനൈസേഷൻ മറ്റൊരു ഓർഗനൈസേഷനിൽ നിന്നും തികച്ചും വ്യത്യാസമായിരിക്കും. ഓക്കെ, ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാ ഓർഗനൈസേഷനിലും ഒരേപോലെ ആക്ടിവിറ്റീസ് നടക്കണമെന്നില്ല. അപ്പോൾ അക്കോർഡിംഗ് ടു ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഓർഗനൈസേഷൻ ദ ഫിനാൻസ് ഫംഗ്ഷൻ ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. ഒരു ഓർഗനൈസേഷനിൽ ഫിനാൻസ് ഫംഗ്ഷൻ ഒരു രീതിയിലാണെങ്കിൽ മറ്റൊരു ഓർഗനൈസേഷനിൽ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഓക്കെ, സോ അതാണ് ഇത് പറയാൻ കാരണം. ഇത് ഓർഗനൈസ് ചെയ്യുന്നത് ഓരോ ഓർഗനൈസേഷനിൽ അതാത് രീതിയിലായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ഡിഫറെൻ്റ്ലി എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഫിനാൻസ് ഫംഗ്ഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം അക്കൗണ്ടിങ് ഫംഗ്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഫിനാൻസ് ഒരു ഫംഗ്ഷൻ ആണ്, അതേപോലെ അക്കൗണ്ടിങ്ങും ഫംഗ്ഷൻ ആണ്. അക്കൗണ്ടിങ് എന്ന ഫംഗ്ഷനിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാം? ഡെയിലി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യും, അല്ലെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടെത്തും. ഇതൊക്കെ എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ എ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എൻ അക്കൗണ്ടന്റ്. പക്ഷേ ഫിനാൻസ് ഫംഗ്ഷൻ അതിൻ്റെക്കാട്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങും ഫിനാൻസ് ഒന്നാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇത് ഡിഫറെൻ്റ് ആണ്. ഫിനാൻസ് ഫംഗ്ഷൻ അക്കൗണ്ടിങ് ഫംഗ്ഷനിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. കാരണം എന്താ? അക്കൗണ്ടിങ് ഫംഗ്ഷൻ ആദ്യം നടന്നു കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഓക്കെ ആൻ ഓർഗനൈസേഷൻ. ഫസ്റ്റ് ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്നത് അക്കൗണ്ടിങ് ഫംഗ്ഷൻ ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ഫിനാൻസ് ഫംഗ്ഷൻ. അക്കോർഡിംഗ് ടു ദ റെക്കോർഡ് അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള റെക്കോർഡ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫിനാൻസ് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ? ഇവിടെ വെച്ചിട്ട് ഡിസിഷൻസ് ആണ് ഉണ്ടാവുന്നത്. എന്താണ് ഉണ്ടാവുന്നത്? ഡിസിഷൻസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്? നമ്മൾ റെക്കോർഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ മാനേജ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ആഫ്റ്റർ ദ അക്കൗണ്ടിങ് ഫംഗ്ഷൻ ഓൺലി മാനേജ്മെന്റ് ക്യാൻ ഡു ദ ഫിനാൻസ് ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്തത് എന്താണ്? നേച്ചർ.
finance function is influenced both by external needs and management consideration. എക്സ്റ്റേണൽ നീഡ്സ് പറഞ്ഞാൽ ആരൊക്കെയാണ്? നമ്മുടെ കസ്റ്റമേഴ്സ്, ഗവൺമെന്റ്സ്, സൊസൈറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്, ഇവരൊക്കെ എന്താണ്? എക്സ്റ്റേണൽ നീഡ്സ് ആണ്. അവരുടെ ഇൻട്രസ്റ്റും കൂടി ആര് സംരക്ഷിക്കും? നമ്മുടെ ഫിനാൻസ് ഫംഗ്ഷൻ നോക്കും. പ്ലസ് നമ്മുടെ മാനേജ്മെന്റിന്റെ കൺസിഡറേഷനും കൂടി നോക്കും. മാനേജ്മെന്റ് കൺസിഡറേഷൻ എന്തായിരിക്കും? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കൺസിഡറേഷൻ ഈസ് ടു ഏൺ പ്രോഫിറ്റ്. നമ്മൾ എന്തിനാ ഓർഗനൈസേഷൻ നടത്തുന്നത്? നമ്മുടെ മാനേജ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് സ്ഥാപനം തുടങ്ങുന്നത്? ടു ഏൺ പ്രോഫിറ്റ്. അപ്പോൾ മാനേജ്മെന്റ് എന്തിനാ? മാനേജ്മെന്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ടു ഏൺ പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് കണ്ടെത്താനും ഫിനാൻസ് വേണം. ഫിനാൻസ് മാനേജ്മെന്റിനെ കൺസിഡർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, റിലേറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ഓൾസോ എക്സ്റ്റേണൽ നീഡ്സ് റിലേറ്റഡ് ടു ദ സൊസൈറ്റി, കസ്റ്റമേഴ്സ്, ഓക്കെ, ടു ദ പൊളിറ്റിക്കൽ പോളിസി. ഇതൊക്കെ അവരുടെ ഇൻട്രസ്റ്റും കൂടി എന്ത് ചെയ്യും? കാത്തു സൂക്ഷിച്ച്, അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റും കൂടി, അവരുടെ ഇൻട്രസ്റ്റിനോടൊപ്പം തന്നെ മാനേജ്മെന്റിന്റെ ഇൻട്രസ്റ്റും കൂടി അവർ സേഫ് ഗാർഡ് ചെയ്യും. ആര്? ഫിനാൻസ് ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സ്കോപ്പ് ഓഫ് ഫിനാൻസ് ഫംഗ്ഷൻ. ഫിനാൻസ് ഫംഗ്ഷനിൽ എന്തൊക്കെയാണ് നമുക്ക് സ്കോപ്പ് ഉള്ളത്? എന്തൊക്കെയുള്ളത്? ഫിനാൻസ് പ്ലാനിങ് ചെയ്യാം. ഓക്കെ, ഫിനാൻസ് പ്ലാനിങ് പറഞ്ഞാൽ നമുക്ക് പ്ലാൻ ചെയ്യാം എവിടെ നിന്നാണ് ഫണ്ട് കിട്ടേണ്ടത്, എവിടെ നിന്നാണ് നമുക്ക് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത്, എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക, ഏതൊക്കെ സോഴ്സസിൽ നിന്നാണ് കിട്ടുക, ഇതൊക്കെയാണ് ഇതിലെ വരിക ഫിനാൻസ് പ്ലാനിങ്ങിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫോർകാസ്റ്റിംഗ് ആൻഡ് ക്യാപിറ്റൽ റിസിപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ്. ഫോർകാസ്റ്റിംഗ് പറഞ്ഞാൽ നമുക്ക് ഈ ഫണ്ട് കിട്ടിയ ഫണ്ട് ഏതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, എന്തിനൊക്കെയാണ് നമുക്ക് ഫിനാൻസ് ആവശ്യമുള്ളത് എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നത് ഫിനാൻസ് പ്ലാനിങ്ങിൽ. നെക്സ്റ്റ് പറയുന്നത് ഈ ക്യാപിറ്റൽ റിസിപ്റ്റ്സ് ഒക്കെ എന്താണ് ചെയ്യേണ്ടത്, എത്രയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, നമുക്ക് ക്യാപിറ്റൽ ആയിട്ട് എത്ര നമ്മുടെ കമ്പനിയിൽ റീറ്റെയിൻ ചെയ്ത് വെക്കണം, പ്ലസ് അതിൻ്റെ ഒപ്പം തന്നെ എത്രയാണ് ഡിസ്ബേഴ്സ് ചെയ്യണം. ഡിസ്ബേഴ്സ് മീൻസ് ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, എത്ര ഭാഗം നമുക്ക് ക്യാപിറ്റലായിട്ട് റീറ്റെയിൻ ചെയ്ത് വെക്കണം, എത്ര ഭാഗം നമുക്ക് എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, ചെലവാക്കണം, നമ്മുടെ കയ്യിലുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യലാണ് ഫോർകാസ്റ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് റേസിംഗ് ഓഫ് ഫണ്ട്. നമ്മുടെ കയ്യിൽ ഫണ്ട് ഇല്ലെങ്കിൽ, ക്യാപിറ്റൽ റിസിപ്റ്റ്സ് ബാക്കി വെച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഇല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കലാണ് റേസിംഗ് ഓഫ് ഫണ്ട്സ്. നമുക്ക് ഏതൊക്കെ സോഴ്സസ് ആണ് അവൈലബിൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വല്ലതും ഉണ്ടോ, ബാങ്ക് വല്ലതും ഉണ്ടോ, ലോൺ വല്ലതും കിട്ടാനുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ്. ഓക്കെ, ഷെയർസിലോ അല്ലെങ്കിൽ വേറെ പല ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഡിബെഞ്ചേഴ്സിലോ ലോണിലോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നതാണ് റേസിംഗ് ഓഫ് ഫണ്ട്സ്. നെക്സ്റ്റ് പറയുന്നത് യൂസ് ആൻഡ് അലൊക്കേഷൻ ഓഫ് ഫണ്ട്സ്. ഓക്കെ, നമുക്ക് ഫണ്ട് എന്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം പ്ലാൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് എത്രയാണ് വെക്കേണ്ടതും എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഡിസൈഡ് ചെയ്തു, അതിനുശേഷം ബാക്കിയുള്ളത് നമ്മൾ സോഴ്സ് കണ്ടെത്തി എവിടുന്ന ഫണ്ട് കിട്ടുക എന്നുള്ളത്, എന്നിട്ട് അതിനെ യൂസ് ചെയ്യാം ആൻഡ് അലോക്കേറ്റ് പറഞ്ഞാൽ ഏത് ചെലവ്, കുറേ ചെലവുകൾ ഉണ്ടാവും അല്ലെ, ഒരു ചെലവ് മാത്രമല്ലല്ലോ, നമ്മുടെ ഓർഗനൈസേഷനും നമ്മുടെ പോലെ തന്നെ കുറേ ആവശ്യങ്ങൾ അല്ലെങ്കിൽ കുറേ ചെലവുകൾ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഏതാണ്, അതിലേക്ക് എത്ര ഇൻവെസ്റ്റ്മെന്റ്, എത്രയാണ് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുക, അലോക്കേറ്റ് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഫണ്ടുകൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. അടുത്തത് മാനേജ്മെന്റ് ഓഫ് സർപ്ലസ്. ഓക്കെ, ഇതൊക്കെ ചെയ്തു, പ്ലാൻ ചെയ്തു, എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ റിസിപ്റ്റ്സിന് ബാക്കി വെച്ചു, എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളത് ഇൻവെസ്റ്റ് ചെയ്തു, പോരാത്ത ഫണ്ട്സ് നമ്മൾ റേസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അവനെ യൂസ് ചെയ്തു, ബിസിനസ് നടത്തി, എന്നിട്ട് കിട്ടിയത് എന്താണ്? സർപ്ലസ് മീൻസ് പ്രോഫിറ്റ്. എന്ത് കിട്ടി? പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, ഈ പ്രോഫിറ്റിന് നമ്മൾ എന്ത് ചെയ്യും, അതാണ് അതിന്റെ മാനേജ്മെന്റ് ഓഫ് സർപ്ലസ്. സർപ്ലസിന് നമ്മൾ എന്തൊക്കെ ചെയ്യും, ഈ പ്രോഫിറ്റിന് നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് മാനേജ്മെന്റ് ഓഫ് സർപ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രോഫിറ്റ് നമുക്ക് എന്താ ചെയ്യാം, നമ്മുടെ കമ്പനിയിൽ തന്നെ റീറ്റെയിൻ ചെയ്ത് വെക്കണോ,
ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ആ സമയത്ത് ഫ്യൂച്ചറിൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ നമുക്ക് എടുത്തു വെക്കണോ, അതോ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണോ എന്നുള്ള തീരുമാനിക്കുന്നത് ഇതിൻ്റെ മാനേജ്മെൻറ്റിലാണ്. ഓക്കെ, പ്രോഫിറ്റ് മാനേജ്മെൻറ്റിൽ. ഓക്കെ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബിസിനസ് തുടങ്ങി കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന പ്രോഫിറ്റിനെ കുറിച്ചിട്ടാണുള്ള മാനേജ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തത് ശരിയാണോ ഇല്ലേ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഫിനാൻസ് കൺട്രോൾ. ഓക്കെ, ഇനി നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും വീഴ്ച പറ്റി പോയിട്ടുണ്ടോ, നെക്സ്റ്റ് ടൈം വി ഷുഡ് നോട്ട് റിപ്പീറ്റ് ദിസ് മിസ്റ്റേക്ക് എന്നുള്ള കൺസെപ്റ്റോട് ഇത് ചെയ്തിട്ടാണ് ഇവർ ഇവാലുവേറ്റ് ചെയ്യണത്. ഇത് ഈ പറഞ്ഞ സംഭവങ്ങൾ ഒക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ നടപ്പിലാക്കിയോ അതോ നമുക്ക് എവിടെയെങ്കിലും ഷോർട്ട് ഫോൾ വന്നോ എന്നുള്ളതാണ് ഫിനാൻസ് കൺട്രോളിൽ പിന്നെ ചെയ്യുന്ന പ്രോസസ്സ്. അപ്പൊ ഇതൊക്കെ എന്താണ് സ്കോപ്പ് ഓഫ് ഫിനാൻസ് ഫംഗ്ഷൻ. ഇങ്ങനെയൊക്കെ നമുക്ക് ഫിനാൻസ് ഫംഗ്ഷൻ നടത്താം എന്നാണ് ഇതിന്റെ സ്കോപ്പ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ഫിനാൻസ് ഫംഗ്ഷൻ. എന്തൊക്കെയാണ് ഫിനാൻസ് ഫംഗ്ഷൻ? ഒരു ജോലിയാണ് പറഞ്ഞു. അപ്പൊ അതിന്റെ ജോലികൾ എന്തൊക്കെയാണ്? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഫിനാൻസ് ഫംഗ്ഷൻ? ഫിനാൻസ് ഫംഗ്ഷന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് ഫിനാൻസ് ഫംഗ്ഷനിൽ ചെയ്യുക? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ചെയ്യും. നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാൽ എന്തിലൊക്കെ ചെലവാക്കും എന്നുള്ളതാണ്, ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ചെയ്യുന്നത്. ഫിനാൻസിങ് ഡിസിഷൻ, നമുക്ക് എവിടെ നിന്നൊക്കെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ സോഴ്സസിൽ നിന്ന് കിട്ടും എന്നുള്ളത് നോക്കലാണ് ഫിനാൻസ് ഡിസിഷനിൽ ചെയ്യുന്നത്. അടുത്തത് ഡിവിഡൻഡ് ഡിസിഷനിൽ ചെയ്യുന്നത് നമ്മൾ ഡിവിഡൻഡ് എങ്ങനെയൊക്കെ, പ്രോഫിറ്റ് എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഷെയർ ഹോൾഡേഴ്സിന്റെ ഇടയിൽ, ഇതൊക്കെ നോക്കലാണ് ഡിവിഡൻഡ് ഡിസിഷൻസ്. അടുത്തത് ലിക്വിഡിറ്റി ഡിസിഷൻസ്, നമ്മുടെ അസറ്റ്സ് ഒക്കെ നമ്മൾ ഏത് രീതിയിലാണ്, നമ്മുടെ കറണ്ട് അസറ്റ്സ് ഒക്കെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ കറണ്ട് അസറ്റ്, നമ്മുടെ കയ്യിലുള്ള പണം നമ്മൾ എന്ത് ചെയ്യണം, ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എടുത്തു വെക്കണോ അതോ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഡിസൈഡ് ചെയ്യുന്നതാണ് ഈ ലിക്വിഡിറ്റി ഡിസിഷനിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ.